മാഡം, ഞാൻ ഈ ധനാഭ്യർത്ഥന ബില്ലിനെ അനുകൂലിക്കുകയാണ്. ഇവിടെ ഒരു അംഗം സംസാരിച്ചതിൽ നിന്ന് തുടങ്ങുകയാണ് ഞാൻ. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ പത്തനാപുരത്ത് നിന്ന് എലി വരുമെന്നാണ് ഒരു അംഗം ഇവിടെ പറഞ്ഞത്. സർ, അത് പത്തനാപുരത്തുകാരെ അവമാനിക്കുന്നതിന് തുല്യമാണ്. പത്തനാപുരത്തെ എലിയെ ഞങ്ങൾ ഇതിനോടകം തന്നെ എലിപ്പത്തായത്തിലാക്കി കഴിഞ്ഞു. സർ, ഇവിടെ ഈ ബഡ്ജറ്റിൽ പത്തനാപുരത്ത് എലിയായാലും കോഴിയായാലും ഏതായാലും പത്തനാപുരത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു റിംഗ് റോഡിനുള്ള തുക വകയിരുത്തിയതിന് ഞാൻ ഈ സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സർ, അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് 2 പോലീസ് സ്റ്റേഷനുകൾ അനുവദിച്ചപ്പോൾ അതിലൊരു പോലീസ് സ്റ്റേഷൻ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ പട്ടാഴിയിലാണ്. മാത്രമല്ല, മാങ്കോട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 2 കോടി രൂപ വകയിരുത്തുകയും അതിൽ 40 ലക്ഷം രൂപ ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ വകയിരുത്തുകയും ചെയ്തിരുന്നു. നിരവധിയായ റോഡുകൾ ഉൾപ്പെടെ പത്തനാപുരത്തിന് വികസന കുതിപ്പേകുന്ന നിരവധി പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർ, അതിനപ്പുറം അവിടെ മലയോര മേഖലയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് പത്തനാപുരം കറവൂർ കേന്ദ്രമാക്കി നൽകണമെന്ന് ഞാൻ അദ്ദേഹത്തോടും വനംവകുപ്പ് മന്ത്രിയോടും കത്ത് മുഖേന ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സർ, ഇവിടെ ഈ ധനാഭ്യർത്ഥനകളെ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ കഴിയുക? സർ, ആശാ വർക്കർമാർക്ക് പ്രതിമാസം 3000 രൂപ ഹോണറേറിയം വർദ്ധിപ്പിച്ച ഈ സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? സർ, അംഗൻവാടി ടീച്ചർമാർക്കും പാചക തൊഴിലാളികൾക്കും ശമ്പളം വർദ്ധിപ്പിച്ച ഈ സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? സർ, സ്ത്രീകൾക്ക് ആദ്യഘട്ടത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ ഈ സർക്കാരിനെ ഈ ധനാഭ്യർത്ഥനകളെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയ ഒരു സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? സർ, പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് ഏർപ്പെടുന്ന ഒരു സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? സർ, വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു വകുപ്പ് രൂപീകരിച്ച ചരിത്രത്തിലാദ്യമായി ഒരു വകുപ്പ് രൂപീകരിച്ച ഒരു സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് സർ എതിർക്കാൻ കഴിയുക? സർ, കേരളത്തിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു വൈറ്റ് പേപ്പർ ധവളപത്രം പുറപ്പെടുവിച്ച ഒരു സർക്കാർ ഇപ്പോഴത്തെ പ്രതിപക്ഷം പഴയ ഭരണപക്ഷത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളെല്ലാം പൊളിക്കുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിച്ച ഒരു സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് സർ എതിർക്കാൻ കഴിയുക? സർ, PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകിയ ഒരു സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? സർ, ഇവിടെ രാസലഹരി അതിന്റെ തായ്വേര് ഇറക്കുന്നതിന്റെ ആ റാക്കറ്റിന്റെ തായ്വേര് ഇറക്കാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ഒരു സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? സർ, ജനക്ഷേമകരമായ അതിനപ്പുറത്തേക്ക് വികസനോന്മുഖമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സർക്കാരിനെ നമുക്ക് എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? സർ, ഇവിടെ ഞാൻ ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ധനാഭ്യർത്ഥനകളിലെ എല്ലാ വകുപ്പുകളെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നില്ല, ഏതാനും വകുപ്പുകൾ. സർ, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് നമ്മുടേത്. സർ, അതിൽ ആ പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്ക് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജാക്കി മാറ്റുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KTU കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജായി ട്രിവാൻഡ്രം CETയെ പ്രഖ്യാപിച്ച ഒരു സർക്കാർ. സർ, അത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സർവകലാശാലകൾക്ക് UGCയിൽ നിന്ന് വേണ്ട സഹായം ലഭിക്കൂ എന്നിരിക്കെ KTU കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഈ സംസ്ഥാനത്ത് രൂപീകൃതമായത് 2014-ലാണ്. 12 വർഷം കഴിഞ്ഞിട്ടും ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു ക്യാമ്പസോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടായതിനെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യാം. സർ,
സർ, ഈ സ്റ്റുഡൻസിന്റെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് അത് തടയുന്നതിന് നടപടിയെടുക്കുമെന്ന് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സർ. ഇത്തരത്തിൽ മൈഗ്രേഷന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളുടെ വിവിധ വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഇവിടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി അതിപ്പോൾ നമ്മൾ PM ശ്രീയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ ഈ PM ശ്രീയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു സർ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ അഡോപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചർച്ചയും കൂടാതെ ഒരു ഹോംവർക്കും ഇല്ലാതെ ഈ സംസ്ഥാനത്ത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ ആരംഭിച്ചത്. സർ, ദോശ ചുടുന്ന വേഗതയിലാണ്. ഒരു സ്കീമില്ലാതെ, ഒരു സിലബസ് ഇല്ലാതെ, ഒരു റെഗുലേഷൻ ഉണ്ടാക്കാതെ എടുകൊടുക്കെ ചോറും കറിയും എന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ ഇവിടെ ആരംഭിച്ചത്. സർ, ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ ആരംഭിക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തേക്ക് ചെല്ലുമ്പോൾ PG കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർ, ആദ്യത്തെ ബാച്ചിന്റെ 4-ാം വർഷത്തിലേക്കുള്ള കുട്ടികൾ കടന്നു കഴിഞ്ഞു. ഈ 4-ാം വർഷത്തിൽ വെച്ച് അവർ അവസാനിപ്പിച്ച് പോവുകയാണ് സർ. ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളുടെ എണ്ണം, അവർക്ക് ഡിഗ്രി മതി, അവർക്ക് PG വേണ്ട. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ സിലബസ് എവിടെ ചർച്ച ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പുകൾ നടക്കേണ്ടതുണ്ട്, സ്കീമും സിലബസുമായി വർക്ക്ഷോപ്പ് നടത്തേണ്ടതുണ്ട്. ഇതൊന്നും നടത്താതെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അതേപടി അംഗീകരിക്കുവാൻ വേണ്ടി 4 ഇയർ സ്കീം ധൃതി പിടിച്ച് നടപ്പിലാക്കിയതിന്റെ ദോഷവശങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഈ മൈഗ്രേഷന് അത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാരണത്തിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. സർ, ഇവിടെ നമ്മുടെ സർവകലാശാലകളിലെ അവസ്ഥയോ, സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല സർ. ഇപ്പോൾ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ 4 സർവകലാശാലകളിൽ മാത്രമാണ് വൈസ് ചാൻസലർമാരുള്ളത്. അതിലൊന്ന് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയാണ്. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അറിയപ്പെടുന്ന RSSകാരനാണ്. അദ്ദേഹത്തെ നിയമിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്. മാത്രമല്ല അദ്ദേഹത്തിന് പുനർനിയമനവും കൊടുത്തു. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വൈസ് ചാൻസലർമാർക്ക് പുനർനിയമനം നൽകിയിരുന്നില്ല. എന്നാൽ കണ്ണൂർ സർവകലാശാലയിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാൻ സർക്കാർ തീരുമാനിക്കുകയും അതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ കോടതി പറഞ്ഞത് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ നിയമിക്കാൻ കഴിയില്ല, പക്ഷേ പുനർനിയമനം നൽകുന്നതിൽ തെറ്റില്ല എന്ന് കോടതി പറഞ്ഞു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീ മോഹൻ കുന്നുമേലിനെ 2ാം തവണയും കേരളത്തിൽ വൈസ് ചാൻസലറാക്കിയിട്ടുള്ളത്. സർ, അപ്പോ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരു RSSകാരനെ വൈസ് ചാൻസലറാക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് 2ാം വട്ടം ചരിത്രത്തിലാദ്യമായി പുനർനിയമനവും നൽകി. സർ, അതിനുശേഷം പിന്നെ ഉള്ളത് KTUവിലാണ് ഡോക്ടർ സിസ തോമസ്. അവരെ ഇടതുപക്ഷ സർക്കാരുമായി നടത്തിയിട്ടുള്ള ഫൈറ്റ് നമുക്കറിയാം. കുറച്ച് പറയാൻ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ആ സിസ തോമസ് ഇപ്പോഴും അസ്വസ്ഥരായിരിക്കുന്നേ KTUവിലെ വൈസ് ചാൻസലറാണ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പെർമനന്റ് വൈസ് ചാൻസലർ ഉണ്ട്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ പെർമനന്റ് വൈസ് ചാൻസലർ. സാർ, അതിനപ്പുറത്തേക്ക് 9 സർവകലാശാലകളിൽ കേരളത്തിൽ വൈസ് ചാൻസലർമാരില്ല സർ. ഈ വൈസ് ചാൻസലർമാരില്ലാത്തതിന് കാരണം കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കേണ്ട സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് സെനറ്റിന്റെ പ്രതിനിധികളാണ്. ഇടതുപക്ഷ സർക്കാർ ഒരു ഘട്ടത്തിലും സെനറ്റിന്റെ പ്രതിനിധികളെ കൊടുത്തിരുന്നില്ല സർ. ഇവിടെ 4 സർവകലാശാലയിൽ മാത്രം, 3 സർവകലാശാല, കുസാറ്റിലും മലയാളം സംസ്കൃത സർവകലാശാലയിലും സംസ്കൃത സർവകലാശാലയിലും മാത്രം അവിടെ സിൻഡിക്കേറ്റിന്റെ പ്രതിനിധികളാണ് വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ. ഞാൻ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത് ആ മാതൃക പിന്തുടർന്നുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിൽ സെനറ്റിന്റെ പ്രതിനിധികൾ എന്നുള്ള സ്ഥാനത്തേക്ക് സിൻഡിക്കേറ്റിന്റെ പ്രതിനിധികളെ കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ കേരളത്തിലെ സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയൂ സാർ. ഇവര് BJPയുടെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ് ഇടതുപക്ഷം നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞിട്ടുള്ള വൈസ് ചാൻസലർമാരെ വെച്ചിട്ടുള്ളൂ. ഇവിടെ മോഹൻ കുന്നുമലിന്റെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത് സാർ. അതുകൊണ്ട് എല്ലാ സർവകലാശാലയിലും ഈ സിൻഡിക്കേറ്റിന്റെ പ്രതിനിധികളെ കൊണ്ടുവരാനുള്ള നടപടികൾ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകണം സാർ. അതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധിയായ അഴിമതി ആരോപണങ്ങൾ CANDAGയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ CANDAGയുടെ റിപ്പോർട്ടിന്റെ ബേസിസിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ ഈ സഭ തീരുമാനിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് അത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സംസ്കൃത സർവകലാശാലയിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് നിരവധിയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിയുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ
നമ്മുടെ പഞ്ചായത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ കൂടി അങ്ങ് ചുരുക്കണം, സമയം കഴിഞ്ഞു. ശരി, ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഒരിക്കൽ കൂടി ഈ ധനാഭിരത ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.